ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞണ്ടിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മില്യൺ ആൾക്കാർ കണ്ടിട്ട്, മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു 3 മില്യണിലേറെ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും വലിയുള്ളിയും ചെറിയുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി തേങ്ങ പിന്നെ ചെറിയ ജീരകം ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ വല്യുള്ളി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് കണ്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാണ് നമ്മൾ കറിയല്ല ഗ്രേവിയാക്കി വെക്കാൻ പോണത്. അപ്പോൾ അതൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി എന്നിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയുടെ വെച്ചതാണ് കേട്ടോ. അപ്പം പിന്നെ ഇനി അതിലേക്ക് ഒരു 4 തക്കാളിയും കൂടി അരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അരക്കുക പറഞ്ഞാൽ പേസ്റ്റ് രൂപത്തിൽ അതും റെഡിയാക്കി വെക്കുക. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയല്ല, കടലെണ്ണ ഉണ്ടല്ലോ, കടലെണ്ണ വെച്ചിട്ട് ചെയ്യണതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്, നല്ല ആട്ടിയ പച്ച വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ് ജീരകം പൊട്ടിച്ച് കണ്ട് വെക്കണം. പക്ഷെ ഞാൻ തേങ്ങ ഇത് അരച്ചല്ല, ഞാൻ കുറച്ച് അരവ് റെഡിയാക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഇട്ടതുകൊണ്ട് ഞാൻ എടുക്കണില്ല. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് 2 വല്യുള്ളിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വല്യുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകല്ല ചെറിയുള്ളിയൊക്കെ കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് വാടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടുന്ന പണ്ടുള്ള പഴമക്കാർ പറയണ കേൾക്കാം. അപ്പോൾ അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയല്ല, ഞാനിത് അതുപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടി ആവശ്യമുള്ള ആൾക്കാർക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പൊടിയൊന്നും ഞാൻ ഇതിലിടുന്നില്ല, ഞാൻ കുരുമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളകും പൊടി കുറച്ച് അതായത് 2-2.5 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി എന്താ പറയുക, ആ എണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണക്കണം മാറി കിട്ടുക എന്ന് പറയില്ല, അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളി അരച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണത് ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, അത് നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ വാട്ടിയെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് വരിക ഇങ്ങനെയാണ്, അരച്ചെടുത്തതാണ് കേട്ടോ ടേസ്റ്റ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യട്ടെ, നമ്മളെ മസാലയിൽ ഉപ്പൊക്കെ പിടിച്ചിക്കണോ എന്നുള്ളത് നല്ലോണം നോക്കുക. മസാലയിലൊക്കെ എല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ആ ഒരു മസാലയൊക്കെ ആ ഒരു ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തു കൂടി ആക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൊണ്ട് ചൂട് കയറ്റിയെടുക്കണം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് എന്താ ചോദിച്ചാൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വേറെ സെപ്പറേറ്റ് അരക്കാൻ വേണ്ടിയിട്ട് വേറെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ. അപ്പോൾ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കണ്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പതിലേക്ക് നന്നായിട്ട് നൈസാക്കി അരക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൽ കിട്ടുന്ന മസാലകളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് വേറെ മസാലകളും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കണതാവും നല്ലത്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാലിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇറച്ചിയുണ്ട്. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ച് കണ്ട് ആ വെള്ളം അങ്ങോട്ട് വറ്റിയെടുത്ത് കുറുമ രൂപത്തിലാക്കി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് കുറുമയായിട്ട് തന്നെ വരും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തേങ്ങ അരച്ചതും തക്കാളി അരച്ചതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ആ കുറുമ ഏകദേശം ഒരു പച്ചവെള്ളം പോലെ ആയിട്ട് മാറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും റെഡി ആവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ കുറുമ അങ്ങനെയായിട്ട് മാറും എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് എടുക്കുക, ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണ്. എന്നിട്ട് അടച്ചെക്കുക. അതേപോലെ അങ്ങനെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമല്ലി വേണം കേട്ടോ, മല്ലിൻ്റെ ഇല അത് കുറച്ച് തോനിട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതായത് അടിഭാഗത്തുള്ളൊക്കെ ഒന്ന് ഇളക്കി കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കുമ്പോൾ നന്നായിട്ട് തന്നെ മസാലകളൊക്കെ ആ ഒരു ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നുള്ളത് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക,
പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം മല്ലിച്ചപ്പും പുതിന വേണ്ട, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് കുറച്ച് തോനിട്ട് കൊടുക്കണാവും ഏറ്റവും നല്ലത്. പിന്നെ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി അത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം പിന്നെ ഞണ്ടിൻ്റെ ഈ ഒരു വെക്കൽ ഗ്രേവി ഇത്ര തന്നെ ഉള്ളൂ. അത്രയും മില്യൺ ആൾക്കാർ കണ്ടിട്ടുള്ള ആ ഒരു ഞണ്ടിൻ്റെ ഗ്രേവി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഞണ്ടിനൊക്കെ എനിക്ക് കഴിക്കണ ഇഷ്ടമുണ്ട്. കുട്ടിക്കാലത്ത് നല്ല ഇപ്പോഴും തന്നെ എനിക്ക് ഞണ്ട് കഴിക്കണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനൊരു ദിവസം കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് ഞാനത് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞണ്ടിനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെറുതായിട്ടൊന്ന് ചെറിയൊരു കാലം എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പിന്നെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം, നല്ലതേക്കാരം കേട്ടോ. പിന്നെ അതുമല്ല ഇതൊരു നല്ല എന്താ പറയുക, നമുക്ക് കഴിക്കാൻ ഈ കാലാവസ്ഥ ഒക്കെ മാറുന്ന സമയത്തൊക്കെ, അതായത് ഇപ്പോൾ തണുപ്പും ഇതൊക്കെ ആയിട്ട് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആണ്, ഈ ഒരു സമയത്തൊക്കെ കഴിക്കണം നല്ലതാണ് കേട്ടോ. പിന്നെ ചൂട് കാലാവസ്ഥയിൽ അത് മാക്സിമം ഒഴിവാക്കണമാവും നല്ലത്. പക്ഷെ തണുത്ത കാലാവസ്ഥയിൽ നന്നായിട്ട് കഴിക്കണം നല്ലതാണ്. സൂപ്പ് വെച്ച് കുടിക്കണം നല്ലതാണ്. നമുക്ക് ജലദോഷം പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പണ്ടുള്ള ആൾക്കാരൊക്കെ സൂപ്പ് വെച്ച് കുടിക്കണ ഒരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ അതാ നമ്മളെ കറി പിന്നെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ ഏതായാലും ഞാനിതിനോടൊരു എന്താ പറയുക ഇഷ്ടമുള്ള ഒരാളായി മാറിയിട്ടുണ്ട് കേട്ടോ ഞണ്ടിനോട്. അത് വേറെ വെച്ച് കഴിക്കണമെന്ന് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ സ്വയം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും പിന്നെ ഇത് ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട. ചെയ്ത് ഞണ്ട് എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാം. താങ്ക്